ഹലോ ഗൈസ്, അനഘയാണേ. അപ്പോൾ ഇന്ന് എവിടെയാണ് പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ ഞാനിപ്പോൾ തരാം ഗൈസ്. പണ്ട് ധർമ്മപട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്ന് ധർമ്മടം എന്നാണ് അറിയപ്പെടുന്നത്. ഏത്? പിന്നെ ഈ ധർമ്മടം ബ്രണ്ണൻ കോളേജ് ഇവിടെ പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ട് നമ്മളതങ്ങ് വിട്ട്. അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല നമ്പർ 2 പോലീസ് സ്റ്റേഷനാണ് ഈ നമ്മുടെ ധർമ്മടം പോലീസ് സ്റ്റേഷൻ. അപ്പം നേരെ നമ്മളെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്, ധർമ്മടം ബീച്ച് പാർക്ക്. ഇവിടെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വേലിയിറക്ക സമയത്ത് നമുക്ക് ദ്വീപിലേക്ക് കടലിലൂടെ നടന്നിട്ട് പോകാം. പിന്നെ അതിപ്പോൾ സ്ട്രിക്റ്റ്ലി അവോയ്ഡ് ചെയ്തെന്നല്ലാണ് പറയുന്നത്, എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. പിന്നെ അതുപോലെ തന്നെ അറബിക്കടലിനും അഞ്ചരക്കണ്ടി പുഴക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാന്ന് പോലും ആന്ന്. ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് 16 കിലോമീറ്ററും നമ്മളെ തലശ്ശേരിയിൽ നിന്ന് 6 കിലോമീറ്ററിലും ഈ ഒരു സ്പോട്ടിലേക്ക്. കണ്ണൂർ വിസിറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ട്രൈ സ്പോട്ടാണ് കേട്ടോ ധർമ്മടം ബീച്ച്. ഭയങ്കര രസമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. ഇത് ഞാൻ ഈ കണ്ണൂരാന്ന് ജനിച്ച് വളർന്നതെങ്കിലും ഇങ്ങനത്തെ സ്പോട്ടിൽ ഞാൻ പോക്ക് കുറവാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ചുറ്റിലും ഭയങ്കര വലിയ വലിയ ഭീമാകരമായ പാറകൾ, അതെല്ലാം ഇങ്ങനെ നോക്കി. ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വന്നതാണോ അല്ലെങ്കിൽ കടൽ പോയപ്പോൾ ഇങ്ങനെ ആയതാണോ? ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്യാനാ. പിന്നെ അതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം.